ഫ്രണ്ട്സ്, എല്ലാവർക്കും നഴ്സസ് ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നെ ഇതുവരെ എത്താനായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും എപ്പിസോഡ്സ് ചെയ്യാനായിട്ട് പറ്റിയത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽസ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Question number 1. Infected bandage discard in which color bag? Option A, yellow color bag. Option B, red color bag. ഓപ്ഷൻ സി ബ്ലൂ കളർ ബാഗ് ആൻഡ് ഓപ്ഷൻ ഡി ബ്ലാക്ക് കളർ ബാഗ്. അതായത് ഇൻഫെക്റ്റഡ് ബാൻഡേജ് താഴെ പറയുന്നവയിൽ ഏത് കളർ കണ്ടെയ്നറിലാണ് ഡിസ്കാർഡ് ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ യെല്ലോ കളർ ബാഗാണ്. യെല്ലോ കളർ ബാഗിലാണ് ഇൻഫെക്റ്റഡ് ബാൻഡേജ് ഡിസ്കാർഡ് ചെയ്യുന്നത്. ഇനി മറ്റ് യെല്ലോ കളർ ഡിസ്കാർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ആൻഡ് അനാട്ടമിക്കൽ വേസ്റ്റ്, അതായത് ഹ്യൂമൻ ടിഷ്യൂസ്, പ്ലാസൻ്റ് ആൻഡ് ആംബ്യൂട്ടേറ്റഡ് പാർട്ട്, സോയിൽഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഡ്രസ്സിങ്സ് ആൻഡ് ബാൻഡേജസ്. ഇനി ഇതിൻ്റെ ഒരു ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിനറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ബറിയൽ ആയിരിക്കാം, ഇതല്ലെങ്കിൽ പ്ലാസ്മ പൈറോളിസിസ് ആയിരിക്കാം. ഇനി റെഡ് കളർ കണ്ടെയ്നറിലാണെങ്കിൽ അതിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത് ട്യൂബിങ്സ്, IV സെറ്റ്, അതുപോലെ തന്നെ കത്തീറ്റർ, NG ട്യൂബ്, യൂസ്ഡ് ഗ്ലൗസ് ആൻഡ് സ്പെസിമെൻ കണ്ടെയ്നേഴ്സ് ആയിരിക്കും. ബ്ലൂ ബാഗ് ആകുമ്പോഴത്തേക്ക് ഗ്ലാസ് വയേഴ്സ് ആണ്, അതായത് വയൽസ്, ആംബ്യൂൾസ്, ഗ്ലാസ് ബോട്ടിൽസ് ആൻഡ് മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്. ഇനി ബ്ലാക്ക് കളറിലാണെങ്കിൽ നമ്മൾ കൂടുതലും സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആയിരിക്കും ബ്ലാക്ക് കളർ കണ്ടെയ്നറിൽ ഡിസ്കാർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ട്രയാജ് മീൻസ് ഓപ്ഷൻ എ ലാർജ്, ഓപ്ഷൻ ബി എമർജൻസി, ഓപ്ഷൻ സി സോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് എബോവ്. അതായത് താഴെ പറയുന്നവയിൽ ട്രയാജിൻ്റെ മീനിങ് ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി സോർട്ട് എന്നുള്ളതാണ്. ഈ ട്രയാജ് എന്ന വേർഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, അതായത് കാഷ്വാലിറ്റി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വേർഡായിട്ടുള്ള ട്രയറിൽ നിന്നാണ്. ട്രയറിൻ്റെ മീനിങ് സോർട്ട് എന്നാണ്. കൂടുതലും എന്തെങ്കിലും എമർജൻസി ഡിസാസ്റ്ററിൻ്റെ സമയത്ത് പേഷ്യൻസിൻ്റെ ഒരു പ്രയോറിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് കെയർ കൊടുക്കാനുമാണ് ട്രയാജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രയാജ് സിസ്റ്റത്തിലുള്ള കളേഴ്സ് എന്താണെന്ന് നോക്കാം. 4 കളേഴ്സാണുള്ളത്: ഗ്രീൻ, യെല്ലോ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഗ്രീൻ ആകുമ്പോഴത്തേക്ക് അവിടെ പേഷ്യൻറ്റിന് മിനിമൽ കെയർ മതിയായിരിക്കും, അതായത് പേഷ്യൻറ്റിന് എന്തെങ്കിലും മൈനർ ഇഞ്ചുറീസ് മാത്രമേ കാണത്തുള്ളൂ. ഇനി യെല്ലോ ആകുമ്പോഴത്തേക്ക് അവിടെ കെയർ വേണം, എന്നാൽ ഇച്ചിരി ഡിലേ ആയിക്കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, അതായത് നോൺ ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ആണ് ഈ ഒരു യെല്ലോ കളറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ്. റെഡിൽ അവിടെ പേഷ്യൻറ്റിന് നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ പ്രൊവൈഡ് ചെയ്യണം, അതായത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. സോ നമ്മൾ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ്. അവിടെ ഓൺലി പെയിൻ മെഡിക്കേഷൻസ് കൊടുത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഡെത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബ്ലാക്ക് കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് പൊസിഷൻ ഈസ് ഗിവൻ ടു എ പേഷ്യൻറ്റ് ഇൻ സിഗ്മോയിഡോസ്കോപ്പി? ഓപ്ഷൻ എ പ്രോൺ പൊസിഷൻ, ഓപ്ഷൻ ബി സുപ്പൈൻ പൊസിഷൻ, ഓപ്ഷൻ സി ലിത്തോട്ടമി പൊസിഷൻ ആൻഡ് ഓപ്ഷൻ ഡി നീ ചെസ്റ്റ് പൊസിഷൻ. അതായത് താഴെ പറയുന്നവയിൽ ഏത് പൊസിഷനാണ് നമ്മൾ സിഗ്മോയിഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നീ ചെസ്റ്റ് പൊസിഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The choice of turp solution for irrigation time is ഓപ്ഷൻ എ normal saline, ഓപ്ഷൻ ബി plain water, ഓപ്ഷൻ സി ഗ്ലിസറോൾ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് എബോവ്. അതായത് ടർപ്പ് സൊല്യൂഷനായിട്ട് ഇറിഗേഷൻ ടൈമിൽ ടർപ്പ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗ്ലിസറോൾ ആണ് ടർപ്പ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ടർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് യുറീത്രൽ റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് എമൗണ്ട് ഫ്ലൂയിഡ് ആവശ്യമായിട്ടുണ്ട്, അതായത് ഡിസ്റ്റൻഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇറിഗേഷന് വേണ്ടിയിട്ടും. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ഓസ്മോളർ ആയിരിക്കണം, അതായത് ഗ്ലിസറിൻ, സോർബിറ്റോൾ ആൻഡ് ഗ്ലൂക്കോസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് സ്റ്റെപ്സ് ഇൻക്ലൂഡ് ഇൻ ഐ കെയർ? ഓപ്ഷൻ എ ഇന്നർ കാന്തസ് ടു ഔട്ടർ കാന്തസ്, ഓപ്ഷൻ ബി ഔട്ടർ കാന്തസ് ടു ഇന്നർ കാന്തസ്, ഓപ്ഷൻ സി മീഡിയൽ ടു ഇന്നർ കാന്തസ് ആൻഡ് ഓപ്ഷൻ ഡി ഔട്ടർ ടു മീഡിയൽ. അതായത് ഐ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിന് ഐ കെയർ കൊടുക്കുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ ഏത് പ്രൊസീജിയറാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ്.
ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇന്നർ ക്യാന്തസ് ടു ഔട്ടർ ക്യാന്തസ് ആണ്. നമ്മൾ ഐ കെയർ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ഐ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വൈപ്പ് ചെയ്യുന്നത് ഇന്നർ ക്യാന്തസിൽ നിന്നും ഔട്ടർ ക്യാന്തസിലോട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഡീകാനുലേഷൻ മീൻസ് ഓപ്ഷൻ എ ഇൻട്രാവീനസ് കാനുല റിമൂവൽ, ഓപ്ഷൻ ബി ഇൻട്രാവീനസ് കാനുല ഇൻസേർഷൻ, ഓപ്ഷൻ സി ട്രക്യൂസ്റ്റമി റിമൂവൽ ആൻഡ് ഓപ്ഷൻ ഡി ട്രക്യൂസ്റ്റമി. അതായത് ഡീകാനുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രൊസീജിയറിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ട്രക്യൂസ്റ്റമി റിമൂവൽ ആണ്. ട്രക്യൂസ്റ്റമി റിമൂവലിനെയാണ് നമ്മൾ ഡീകാനുലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റൽ ഡീകാനുലേഷൻ അല്ലെങ്കിൽ എക്സ്റ്റുബേഷൻ ഉണ്ട്. അതായത് ആക്സിഡൻ്റലി ആ ഒരു സ്റ്റോമയിൽ നിന്നും ട്രക്യൂസ്റ്റമി ട്യൂബ് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ടാവുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആക്സിഡൻ്റൽ ഡീകാനുലേഷൻ അഥവാ എക്സ്റ്റുബേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് ഫേറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. എ ഹെഡ് ഇഞ്ചുറി പേഷ്യൻറ്റ് വിച്ച് അലാമിംഗ് ഈവൻ സോഫ്റ്റ് സർഫസ് ഷോ ഇൻ പേഷ്യൻറ്റ് ഈസ് ഓപ്ഷൻ എ ടക്കികാർഡിയ, ഓപ്ഷൻ ബി ഹൈപ്പോടെൻഷൻ, ഓപ്ഷൻ സി ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഓപ്ഷൻ ഡി ഇയർ ബ്ലീഡിംഗ്. അതായത് ഒരു ഹെഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻറ്റിന് സോഫ്റ്റ് സർഫസ് കാണിക്കുന്ന അലാമിംഗ് ഈവൻറ്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇയർ ബ്ലീഡിംഗ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഒബ്ജക്റ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് എക്സെപ്റ്റ് ഓപ്ഷൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓപ്ഷൻ ബി പാനൽ ഡിസ്കഷൻ, ഓപ്ഷൻ സി ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റർവ്യൂ. അതായത് താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡാണ് ഒബ്ജക്റ്റീവ് ഡേറ്റ കളക്ഷനിൽ ഉൾപ്പെടാത്തതെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇൻ്റർവ്യൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. Ringer's lactate intravenous infusion solution does not contain which of the following? Option A sodium, option B potassium, ഓപ്ഷൻ സി ക്ലോറൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ബൈകാർബണേറ്റ്. അതായത് ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ സൊല്യൂഷനായ റിംഗേഴ്സ് ലാക്ടേറ്റിൽ താഴെ പറയുന്നവയിൽ ഏതാണ് കാണാത്തതെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബൈകാർബണേറ്റ് ആണ്. ബാക്കി സോഡിയവും പൊട്ടാസ്യം ക്ലോറൈഡും ഒക്കെ റിംഗർ ലാക്ടേറ്റിൽ പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. The first step of planning process is ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്, ഓപ്ഷൻ ബി ഫോർകാസ്റ്റിംഗ്, ഓപ്ഷൻ സി ഡിസൈഡിംഗ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ടൈം ഷെഡ്യൂളിംഗ്. അതായത് പ്ലാനിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് ആണ് പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നഴ്സിംഗ് പ്രോസസ്സിലുള്ള സ്റ്റെപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്, ഗോളുണ്ട്, ഇൻ്റർവെൻഷൻ ഉണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവാലുവേഷനും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. Who is known as Lady with the Lamp? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഓപ്ഷൻ സി മദർ തെരേസ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് താഴെ പറയുന്നവയിൽ ഏത് വ്യക്തിയുടെ വിശേഷണമാണ് ലേഡി വിത്ത് ദ ലാമ്പ് എന്നുള്ളത്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. അതായത് വിളക്കേന്തിയ വനിത എന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ നൈറ്റിംഗേൽ അഥവാ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. അതുപോലെ തന്നെ ഭാരത് കോകില എന്നും സരോജിനി നായിഡുവിനെ അറിയപ്പെടുന്നുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ചത് 1820 മെയ് 12-നാണ്. അതായത് ഇറ്റലിയിലെ ഫ്ലോറൻസിലായിരുന്നു ജനനം. മരിച്ചത് 1910 ഓഗസ്റ്റ് 13-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ യൂറിൻ? ഓപ്ഷൻ എ ഓൺലി ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി ഓൺലി പ്രോട്ടീൻ, ഓപ്ഷൻ സി ഓൺലി റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അതായത് താഴെ പറയുന്നവയിൽ ഏത് കണ്ടൻ്റാണ് നോർമലി യൂറിനിൽ പ്രസൻ്റ് അല്ലാത്തതെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. അതായത് യൂറിനിൽ ഗ്ലൂക്കോസ് കാണത്തില്ല, അതുപോലെ തന്നെ പ്രോട്ടീൻ കാണത്തില്ല, റെഡ് ബ്ലഡ് സെൽസും കാണത്തില്ല. എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് യൂറിനിൽ ഈ ഒരു ഗ്ലൂക്കോസ് ആയാലും പ്രോട്ടീൻ ആയാലും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിൻ്റെയും പ്രസൻസ് ഉണ്ടാകുന്നത്.
ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ഡയബറ്റിക് ആണെങ്കിൽ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന ഒരു കണ്ടീഷനായിട്ടുള്ള പ്രീ എക്ലാംസിയ ഹൈപ്പർ ടെൻഷനാണ് അത്, അതായത് ഹൈപ്പർ ടെൻഷൻ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ് പ്രീ എക്ലാംസിയ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ പ്രോട്ടീനൂറിയ ഉണ്ടായിരിക്കും, അതായത് യൂറിനിലൂടെ പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു. ഇനി കിഡ്നി ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ യൂറിനിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രസൻസും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. The full form of AmbuBag is option A airway mouth breathing unit, option B artificial manual breathing unit, option C artificial mouth breathing unit and option D none of these. അതായത് ആംബുബാഗിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ് എന്നുള്ളതാണ്. Next, question number 14. The heartbeat of newborn babies is generally option A 90 beats per minute, option B 80 beats per minute, option C 72 beats per minute and option D 120 to 140 beats per minute. അതായത് ന്യൂബോൺ ബേബീസിന് താഴെ പറയുന്നവയിൽ ഏത് റേഞ്ചിലാണ് ഹാർട്ട് ബീറ്റ് വരുന്നതെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 120 to 140 പെർ മിനിറ്റ് ആണ്. ഇനി നോർമൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ്സിൻ്റെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇനി ന്യൂ ബോൺസ് ആണെങ്കിലും ചിൽഡ്രൻസിനാണെങ്കിലും അഡൽസിനേക്കാളും അല്ലെങ്കിൽ ഓൾഡ് ഏജിലുള്ളവരെക്കാളും ഹാർട്ട് ബീറ്റ്സ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. A client's condition following cardiac catheterization is evaluated by palpating the pulse. Option A distal to the catheter insertion, option B at the insertion site, option C in all extremities and option D above the catheter insertion. അതായത് കാർഡിയക് കത്തീറ്ററൈസേഷന് ശേഷം നമ്മൾ പൾസ് പാൽപ്പേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡിസ്റ്റൽ ടു ദ കത്തീറ്റർ ഇൻസേർഷൻ ആണ്. എവിടെയാണോ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്റ്റൽ ഏരിയയിലായിരിക്കും നമ്മൾ പൾസ് പാൽപ്പേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Proper hand placement for chest compression during cardiopulmonary resuscitation procedure is essential to reduce the risk of following complications. Option A vomiting, option B GI bleeding, ഓപ്ഷൻ സി ഹെർണിയ ആൻഡ് ഓപ്ഷൻ ഡി റിബ് ഫ്രാക്ചർ. അതായത് CPR കൊടുക്കുന്ന സമയത്ത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് റിസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി റിബ് ഫ്രാക്ചർ ആണ്. അതായത് CPRൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് റിബ് ഫ്രാക്ചർ വരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡ് പ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിബ് ഫ്രാക്ചർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. The most accurate oxygen delivery system is the option A face mask, option B non-breather mask, ഓപ്ഷൻ സി വെഞ്ചുറി മാസ്ക് ആൻഡ് ഓപ്ഷൻ ഡി നെയ്സൽ കാനുല. അതായത് താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡാണ് ഓക്സിജൻ ഡെലിവറി സിസ്റ്റത്തിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി വെഞ്ചുറി മാസ്ക് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. A patient is admitted with a temperature of 105 degree Fahrenheit, knuckle rigidity, vomiting and lethargy. Meningitis is suspected. For which diagnosis test should be a nurse begins to preparation. അതായത് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്നു, അന്നേരം പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് നക്കൽ റിജിഡിറ്റി ഉണ്ട്, വൊമിറ്റിംഗ് ഉണ്ട്, പേഷ്യൻ്റ് ലെതാർജിക് ആണ്. അപ്പോൾ സസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് മെനിഞ്ചൈറ്റിസ് ആണെന്നാണ്. അപ്പോൾ മെനിഞ്ചൈറ്റിസ് ആണ് സസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് പ്രൊസീജിയറിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുക? ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലംബാർ പഞ്ചർ ആണ്. അതായത് CSF ഫ്ലൂയിഡ് എടുത്ത് അനാലിസിസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേഷ്യൻറ്റിന് മെനിഞ്ചൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഡിക് ടെസ്റ്റ് ആണെങ്കിൽ അത് സ്കാർലറ്റ് ഫീവറിനാണ് ഡിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പൾമണറി എംബോളിസം ഈസ് ഓപ്ഷൻ എ നിയോപ്ലാസം, ഓപ്ഷൻ ബി DVT,
ഓപ്ഷൻ സി പൾമണറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഓപ്ഷൻ ഡി എംബോളിക് സ്ട്രോക്ക്. അതായത് പൾമണറി എംബോളിസത്തിൻ്റെ മോസ്റ്റ് കോമൺ കോസ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി DVT ആണ്, അതായത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ ആയിട്ടാണ് പൾമണറി എംബോളിസം വരുന്നത്. ഇനി പൾമണറി എംബോളിസം എന്താണെന്ന് നോക്കാം. നമ്മുടെ ലങ്സിലോട്ടുള്ള ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട് വന്ന് ലോഡ്ജ് ചെയ്യുന്നു, അതായത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ട്. ഈ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. DX മീൻസ് ഓപ്ഷൻ എ ഡേറ്റ് ഓഫ് ഡയഗ്നോസിസ്, ഓപ്ഷൻ ബി ഡയഗ്രാം, ഓപ്ഷൻ സി ഡെത്ത് ആൻഡ് ഓപ്ഷൻ ഡി ഡയഗ്നോസിസ്. അതായത് DXൻ്റെ മീനിങ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഡയഗ്നോസിസ് ആണ്. അതായത് ഡയഗ്നോസിസിൻ്റെ ഒരു അബ്രിവേഷൻ ആയിട്ടാണ് DX യൂസ് ചെയ്യുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെത് നമ്മൾ RX എന്നും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ MX എന്നും സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 20 മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് ഉറപ്പായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ പഠിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്ക്. സോ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. dum dum dum